അവർക്ക് നമസ്കാരം. ഞാൻ മായ ഫിരേഷാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വരുന്നത് ഒരു ചെറിയ കാര്യമാണ്. ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ ഡേയിൽ ഞാൻ പറയുന്നത്. ബന്ധങ്ങൾ എങ്ങനെ നിലനിർത്താം എന്നുള്ളത് ഞാൻ മുമ്പായിട്ട് ഞാൻ പറയാൻ പോകുന്നത്. ബന്ധങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് പലരും ചിന്തിക്കുന്നത്. അത് ഏറ്റവും തെറ്റായ ഒരു കാര്യമാണ്. ഒരിക്കലും നമ്മളായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാതിരിക്കുക. ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ അതിൻ്റെ പെട്ടെന്നുണ്ടാകുന്ന ഒരു ആകർഷണം കൊണ്ട് ഒരിക്കലും ഒരു ബന്ധത്തിലും പെടാതിരിക്കുക. ഒരു ബന്ധം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് നമ്മൾ ബുദ്ധി കൊണ്ട് വേണം പഠിക്കാൻ. ഒരാളെ ബുദ്ധി കൊണ്ട് പഠിച്ച് അളന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ അവരുമായിട്ട് മാനസികമായിട്ടൊരു അടുപ്പം ഉണ്ടാകാവുള്ളൂ. ഒരു ഹൃദയബന്ധം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ പാടുള്ളൂ. അല്ലാതെ പെട്ടെന്ന് ഒരാളെ കണ്ടു അവരെ കാണാൻ കൊള്ളാം, അല്ലെങ്കിൽ അവരുടെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ അവർ സാമ്പത്തികമുള്ളതാണ്, അതുകൊണ്ട് നമുക്ക് ഇവരുമായിട്ട് അടുപ്പം കൂടാം എന്നങ്ങനെ ചിന്തിച്ച് നമ്മൾ അങ്ങനെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണ് ഒരാളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നതെങ്കിൽ ആ ആകർഷണം തീരാൻ അധികം നാളുകളൊന്നും വേണ്ട. അങ്ങനെയല്ല ഒരാളുടെ വ്യക്തിത്വം, അവരുടെ സ്വഭാവ രീതി, അവരുടെ കുടുംബ മഹിമ, അവരുടെ കുടുംബത്തിൽ അവരെങ്ങനെയാണ് ഇടപെടുന്നത്, അവർ മറ്റുള്ളവരോട് എങ്ങനെയാണ് സഹകരിക്കുന്നത്, ഇങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട് ഒരു ബന്ധം നിലനിർത്താൻ. അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു ബന്ധം ഉണ്ടാകുന്നതെങ്കിൽ ആ ബന്ധം കാലാകാലങ്ങളോളം നിലനിൽക്കും. നമ്മുടെ ജീവിത അവസാനം വരെ നിലനിൽക്കുന്ന ബന്ധങ്ങളായിരിക്കും അതൊക്കെ. അല്ലാത്ത പക്ഷം നമ്മൾ എന്തെങ്കിലും ഒരാളിൽ നിന്ന് നേട്ടം ആഗ്രഹിച്ചുകൊണ്ട് അവരിൽ നിന്ന് എനിക്ക് ഇന്നത് കിട്ടും എന്ന് അന്ന് അവരുമായിട്ട് ബന്ധം കൂടിയേക്കാം എന്ന് പറഞ്ഞ് കൂടുന്ന ബന്ധം ആ നേട്ടം കിട്ടിക്കഴിയുമ്പോൾ അവരെ എങ്ങനെ ഒഴിവാക്കാം എന്നാണ് പിന്നത്തെ ചിന്ത. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ കൂടുന്ന ആളെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ വലിച്ചെറിയുമ്പോൾ അവരനുഭവിക്കുന്ന ഒരു തീവ്ര വേദനയുണ്ട്. ആ വേദനയ്ക്ക് പരിഹാരം, അതിന് പകരം വയ്ക്കാൻ ലോകത്ത് മറ്റൊന്നുമില്ല. അത്രയും വലിയൊരു വേദന ഭൂമി മറ്റൊരു വേദനയില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ വേദനിപ്പിക്കാതിരിക്കും. അങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയെ പിന്നീട് ഒരിക്കലും അവർക്കൊരു നല്ല സമാധാനത്തോടെ ജീവിതം ഉണ്ടാകത്തില്ല. അതാദ്യം മനസ്സിലാക്കുക. നമ്മളൊരാളെ അറിഞ്ഞ് വേദനിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. ആദ്യമായിട്ട് നമ്മളൊരു നേട്ടങ്ങൾക്ക് വേണ്ടി ആരുമായിട്ട് അടുക്കാതിരിക്കുക. നമ്മളൊരു വ്യക്തിയായിട്ട് നമ്മൾ അടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാ രീതിയിലും അവരുടെ എല്ലാ കുറവുകളും അല്ലെ അവരുടെ എല്ലാ നന്മകളും ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അവർക്ക് പല നല്ല വശങ്ങളും പല മോശം വശങ്ങളും കാണും. ഇതെല്ലാം ഉൾക്കൊള്ളാൻ മനസ്സുണ്ടെങ്കിൽ മാത്രമാണ് ഒരാളുമായിട്ട് അടുക്കാൻ പോകാവുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മൾക്ക് പെട്ടെന്നൊരാൾ നമ്മളിലേക്ക് ആകർഷണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ നിന്ന് പിന്തിരിയാണ് എപ്പോഴും നല്ലത്. ഒരു പെട്ടെന്നുണ്ടാകുന്ന ആകർഷണം വെറുതെ ഒരു എന്താ പറയുന്നത്, ഒരു കുമ്പള പോലെയുള്ളൂ, ഒരു നീർക്കുമ്പള പോലെ. അത് പൊട്ടിപ്പോകാൻ താമസം വേണ്ട. ഒരു വ്യക്തിബന്ധം ഉണ്ടാകുക എന്ന് നമ്മൾ അവരെക്കുറിച്ച് ശരിക്കും അറിയുക എന്നുള്ള, പിന്നെ നമ്മൾ അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ എന്ത് കൊടുക്കാൻ കഴിയും എന്നാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്. ഏതൊരു ബന്ധത്തിലാണേലും അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ അങ്ങനെ ചിന്തിച്ചേക്കുക. അല്ലാതെ അവരിൽ നിന്ന് എന്ത് കിട്ടും നമ്മൾ ആലോചിച്ചിരുന്നാൽ ഒരിക്കലും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയില്ല. നമ്മൾ കാരണം അവർക്ക് മനസ്സമാധാനം കിട്ടണം, അവർക്ക് സന്തോഷം കിട്ടണം, അവർക്കൊരു സെക്യൂർ ആയിരിക്കണം, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ കൂടെ നിൽക്കാനുള്ളൊരു കൈക്കരുത്തുണ്ടായിരിക്കണം, മനക്കരുത്തുണ്ടായിരിക്കണം. ഇതൊക്കെ ഉള്ളവർ മാത്രമേ ഒരു ബന്ധം കൂടാൻ പാടുള്ളൂ. അല്ലാത്തൊക്കെ പാതി വഴിക്ക് ഉപേക്ഷിച്ച് പോകുന്ന ഒരു ബന്ധവും ശാശ്വതമല്ല. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. അതെങ്ങനെ ആയിരിക്കണം ആ വ്യക്തി, അവർക്ക് നിലപാടുള്ള വ്യക്തി ആയിരിക്കണം. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഇവിടെ ഒരു ചൊല്ലുണ്ട്, അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുക. അങ്ങനെയുള്ള ചില ബന്ധങ്ങളുണ്ട്. ഒരിടത്ത് ഒരു ബന്ധം കൂടി അടുത്തടുത്തോട്ട് പോയി മറ്റൊരു ബന്ധം കൂടി വേറൊരിടത്ത് പോയി വേറൊരു ബന്ധം കൂടി ഏറ്റവും കൂടി എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് അവിയൽ പരുവത്തിലായി. ഒന്നെങ്കിൽ ആത്മഹത്യ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ ഭ്രാന്തായിട്ട് നടക്കുക. ഇതൊന്നും അല്ലെങ്കിൽ ഇതൊരു തൊഴിലാക്കി നടക്കുക. ഇതൊന്നും ഒരു ബന്ധമെന്ന് പറയാൻ പറ്റില്ല. അതിനൊക്കെ പറയേണ്ട പേര് വേറെയാണ്. അപ്പം നമ്മളൊരു ബന്ധം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ അവരിൽ നിന്ന് എന്ത് കിട്ടുമെന്നല്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മനസ്സന്തോഷം, അവരെ ഒരു കുഴിയിൽ ചെന്ന് ചാടാതിരിക്കാൻ, അവർക്കൊരു ആപത്ത് വരാതിരിക്കാൻ, അവർക്ക് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് അവരെ കരകയറ്റാൻ, ഇതിനൊക്കെ നമ്മൾ അവരോടൊപ്പം കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു ബന്ധമാണ്. അത് ഏത് ബന്ധമാണെങ്കിലും നിലനിൽക്കത്തുള്ളൂ. അത് നമ്മുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ പോലും നമ്മൾ പലപ്പോഴും നമ്മളൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ അവരോടൊപ്പം എത്രമാത്രം ചേർന്ന് നിൽക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ മാനസിക ഐക്യം ഉണ്ടായി വരുന്നത്. അവർക്ക് നമ്മളോടുള്ള ഏറ്റവും കൂടുതൽ അടുപ്പം ഉണ്ടാകുന്ന അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളൊരാളോടൊപ്പം നിൽക്കുമ്പോഴാണ്. അല്ലാതെ അവരുടെ നല്ല സമയത്ത് അവരുടെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. അവർക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ബന്ധങ്ങളുടെ ആഴങ്ങളും നമ്മൾ തിരിച്ചറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ നിൽക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് കാണുന്ന ഒരു 1, 2, 3 മാസം കണ്ടു, അവരുമായിട്ട് പ്രണയമായി, പിന്നെ അവരുമായിട്ട് കുറേ നാൾ ചുറ്റി നടന്നു, അല്ലെങ്കിൽ അവരുമായിട്ട് കുറേ കാലം നടന്ന് ബെഡ് ഷെയർ ചെയ്തു, തീർന്നു.
പിന്നെയായി അടിയായി വഴക്കായി പ്രശ്നങ്ങളായി ഈ ഇടം വലം തിരിയാൻ വിടാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായിട്ട് പിന്നെ ഭീഷണി, ആത്മഹത്യാ ഭീഷണിയായി, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, നീ എന്നെ കൊല്ലുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടും കേട്ടും അറിഞ്ഞും വരുന്നുണ്ട്. അതൊക്കെ ആരോഗ്യകരമായിട്ടുള്ളൊരു ബന്ധമല്ല എന്ന് ആദ്യം മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യകരമായിട്ടുള്ള ബന്ധം എങ്ങനെ നിലനിർത്താം എന്ന് നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് ബുദ്ധി കൊണ്ട് ബന്ധം സ്വീകരിക്കുക, അതിനുശേഷം മാത്രം ഹൃദയം കൊണ്ട് സ്നേഹിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ബൈ, സീ യു, ബൈ.